കുടിക്കാനൊരു തരി വെള്ളവുമില്ല, കുടിക്കാനൊരു തരി വെള്ളവുമില്ല, വെള്ളമില്ല ബില്ലുമായി, വെള്ളമില്ല ബില്ലുമായി, വെള്ളമില്ല ബില്ലുമായി, വെള്ളമില്ല ബില്ലുമായി. വാട്ടർ ബില്ല് വരുന്നുണ്ട്, വാട്ടർ ബില്ല് വരുന്നുണ്ട്, വാട്ടർ ബില്ല് വരുന്നുണ്ട്, വാട്ടർ ബില്ല് വരുന്നുണ്ട്. അല്ല, നിങ്ങൾ ഉത്തരവാദിത്തക്കുറവായിരുന്നു. വർഷങ്ങളോളം വെള്ളമില്ലാണ്ട് ടാങ്കറിലോട്ട് ലാസ്റ്റ് എല്ലാവരും നോക്കി കഴിഞ്ഞു പിടിച്ചിറക്കണം. പിന്നെ മാന്യമായിട്ട് നോക്കില്ല. ആദ്യമായിട്ട് സംഭവിക്കണമെന്നല്ലത് ഏട്ടാ. ഈ ചക്കാമാരത്തെ ഈ ബില്ലിന് ഒരു പരിഹാരം കാണണം. സാധാരണക്കാരാണ് ഇവിടെ ഉള്ളത്. അവർക്ക് ബില്ല് 1300 രൂപ ബില്ല് വന്നേക്കണം. വെള്ളമില്ല, പരിഹാരം കാണണം. അവരെ കൊണ്ട് ഇതേ ക്യാൻസൽ അടിച്ച് അവിടെയുള്ള വീട്ടുകാർക്ക് വെള്ളം കിട്ടാണ്ട് വെറുതെ ബില്ല് മാത്രം കൊടുക്കുന്ന ഒരു സാഹചര്യം അതിന് ഒരു പരിഹാരം കാണണം. ആ ബില്ല് മാറ്റിയിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കാനുള്ള സാഹചര്യം വേറൊന്നുമല്ല. അവർക്ക് ബില്ലും കിട്ടണ്ട്. ഇവിടെ നിൽക്കുന്ന ആളുകളുണ്ട്. ആഴ്ചയിൽ വെറും 2 കുടം വെള്ളം മാത്രമാണ് ഈ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമ്മളെ കൊച്ചി പോലെയുള്ള ഈ ഒരു ഏരിയയിൽ ഈ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ എല്ലാ ദിവസവും കുടിവെള്ളം പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും വളരെയധികം അത് പ്രതിഷേധമാണിത്. അതിനെതിരെയുള്ള പ്രതിഷേധമാണ് നമ്മളിവിടെ. ഇപ്പോൾ ഇവിടെ ഏക്സിയുമായിട്ട് നമുക്ക് സംസാരിച്ചു. നമുക്കറിയാം കൊച്ചിക്ക് കിട്ടേണ്ട വെള്ളം അളവ് നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ നമുക്കറിയാം, അപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ താമസിക്കുന്ന നേവിക്കാർക്കും മറ്റും ദ്രോണാചാര്യ പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ആവശ്യത്തിലധികം വെള്ളം കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ സാധാരണക്കാർക്ക് ആ വെള്ളം നമുക്ക് കിട്ടാത്തൊരവസ്ഥയിലാണ്. ഇപ്പോൾ ഇവർ പറഞ്ഞു 36 MLD വെള്ളം നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന്. അത് പച്ചക്കള്ളമാണ്. കാരണം 24 MLD കൂടുതൽ വെള്ളം, ഒരു തുള്ളി വെള്ളം നമുക്ക് കിട്ടുന്നില്ല. ആ കിട്ടുന്ന വെള്ളം വെച്ചിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കളിച്ചുകൊണ്ടിരിക്കണേ. ഇവിടെ മാത്രമല്ല, കൊച്ചി നഗരസഭയിൽ എല്ലാ ഭാഗങ്ങളിലേക്കും കുടിവെള്ളത്തിൻ്റെ വളരെയധികം കുറേ ടാങ്കുകൾ പണിത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ ടാങ്ക് എന്തിനാണ്? ഈ ടാങ്ക് കോടിക്കണക്കിന് രൂപ മുടക്കി ടാങ്കുകൾ പണിത് വെച്ചിട്ട് അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ടാങ്കിലേക്ക് വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല, വെള്ളം നിറക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ടാങ്ക് പണിത് വെക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് അടിയന്തരമായിട്ട് ഈ കുടിവെള്ളം പരിഹരിക്കണം. ഇന്നിപ്പോൾ ഞങ്ങൾ ഏക്സിയോട് സംസാരിച്ചപ്പോൾ ഈ ചക്കാമാടം ആ ഭാഗത്ത് ഇന്റർ കണക്ഷൻ കൊടുത്തുകൊണ്ട് ഒരാഴ്ചത്തേക്കുള്ളിൽ കുടിവെള്ളത്തിൻ്റെ അത് ശാശ്വത പരിഹാരം തരാം എന്ന് ഉള്ള ഉറപ്പിന്മേലാണ് ഇന്നിവിടെ ഈ പ്രവർത്തകർ ഒഴിഞ്ഞു പോന്നിരിക്കുന്നത്.